നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ മാർലോൺ എന്ന് നമുക്ക് വിളിക്കാം. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മാർലോൺ റൂസ് ട്രൊയിലോ. ജർമ്മൻകാരനാണ്. 22 വയസ്സുകാരനായിട്ടുള്ള അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. ഫോർവേഡായിട്ടും കളിക്കാൻ പറ്റും. ആരാണ് മാർലോൺ? വിശദമായിട്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏത് താരം വന്നാലും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ആരാധകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. 22കാരനായിട്ടുള്ള മാർലോൺ വരുന്നത് എലൈറ്റ് ഫുട്ബോൾ അക്കാദമികളിൽ തൻ്റെ മികവ് തെളിയിച്ച് വളർന്നു വന്ന് ഇൻ്റർനാഷണൽ യൂത്ത് ഫുട്ബോൾ ജർമ്മനിക്ക് വേണ്ടി കളിച്ച് ടോപ്പ് ലെവൽ ഡെവലപ്മെൻറ്റ് സ്ട്രക്ചേഴ്സിലൂടെ കടന്നുകൊണ്ടാണ്. അതായത് ചെറിയ പ്രായത്തിൽ കിട്ടേണ്ട വലിയ എക്സ്പോഷർ കിട്ടിയിട്ടാണ് അവൻ വരുന്നത് എന്നർത്ഥം. അവൻ്റെ യൂത്ത് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആദ്യം പരിശോധിക്കണം. ട്രൊയിലോ വളർന്നു വരുന്നത് ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിലൂടെയാണ്. ബൂണ്ടസ് ലീഗയുടെ കളികൾ ഫോളോ ചെയ്യുന്നവർക്കറിയാം ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ട് ആരാണ് എന്താണ് എന്നൊക്കെ. ആ ക്ലബിലൂടെയാണ് അദ്ദേഹം വളർന്നു വരുന്നത്. എന്നിട്ട് അദ്ദേഹം പിന്നീട് എത്തുന്നത് FSV മെയിൻസ് 05 എന്ന മെയിൻസിലേക്കാണ്. മെയിൻസ് നമ്മൾ വിളിക്കാറുള്ള FSV മെയിൻ 05ലേക്കാണ് അദ്ദേഹം എത്തുന്നത്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ അവൻ്റെ യൂത്ത് കരിയർ വലിയ രൂപത്തിൽ ഡെവലപ്പായി വരുന്നത്. അവിടുത്തെ അക്കാഡമിയുടെ പ്രൊഡക്റ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കളിക്കാരനാണ്. അവരുടെ അണ്ടർ-17 ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ആ കാലഘട്ടത്തിൽ അവൻ മുട്ടി നിന്നത് വമ്പന്മാർക്കൊപ്പമായിരുന്നു. അവൻ്റെ ജനറേഷനിലെ ആ താരങ്ങൾ ഇന്ന് വമ്പൻ പ്ലെയേഴ്സാണ്. പേര് കേൾക്കണം: ഫ്ലോറിയൻ വെർട്സ്, കരീം അഡയേമി, ജമാൽ മുസിയാല, മലിക് ടിൽമാൻ, നിക് വോൾട്ട്മെയ്ഡ്. എന്തേ അവർക്കൊപ്പമൊക്കെ മുട്ടി നിന്ന ആളാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. ഹയസ്റ്റ് ലെവൽ, ജർമ്മൻ യൂത്ത് ഫുട്ബോളിൻ്റെ ഹയസ്റ്റ് ലെവലിൽ കളിച്ചിട്ടാണ് മാർലോൺ വരുന്നത് എന്നർത്ഥം. കൂടാതെ യൂത്ത് ബൂണ്ടസ് ലീഗ കിരീടം അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. വളരെ മികച്ച രൂപത്തിൽ ഹൈ പ്രഷർ സിറ്റുവേഷനുകളിൽ കിരീടമൊക്കെ ചൂടിയ അനുഭവമുള്ള താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചിരിക്കുന്നത് എന്നർത്ഥം. ഇനി ഇൻ്റർനാഷണൽ ഫുട്ബോളിലോ ജർമ്മനിയുടെ യൂത്ത് ടീമിൽ അവൻ വ്യത്യസ്ത ഏജ് ഗ്രൂപ്പ് ടീമുകൾക്കായിട്ട് കളിച്ചിട്ടുണ്ട്. അണ്ടർ-16 ടീമിൽ ജർമ്മനിയുടെ അണ്ടർ-16 ടീം, ജർമ്മനിയുടെ അണ്ടർ-17 ടീം, ജർമ്മനിയുടെ അണ്ടർ-18 ടീം. കൺസിസ്റ്റൻ്റായിട്ട് അദ്ദേഹം വ്യത്യസ്ത ഏജ് ഗ്രൂപ്പ് ടീമുകളിൽ ഉൾപ്പെട്ടിരുന്നു എന്നുള്ളത് താരത്തിൻ്റെ മികവ് കൃത്യമായിട്ട് കാണിക്കുന്നതാണ്. പിന്നെ അവൻ്റെ ഒരു പ്ലേയിങ് രീതി എന്ന് പറഞ്ഞാൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഫോർവേഡ് തിങ്കിങ് ആയിട്ടുള്ള അറ്റാക്കറാണ്. അതുപോലെ തന്നെ ബിറ്റ്വീൻ ദി ലൈൻസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വളരെ കംഫർട്ടബിളായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കെൽപ്പുള്ളവനാണ്. മിഡ്ഫീൽഡിനെയും അറ്റാക്കിനെയും വളരെ ശാന്തതയോടുകൂടി മികച്ച ഗെയിം അവയർനെസ്സോടുകൂടി ലിങ്ക് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള കളിക്കാരനാണ്. ഏതായാലും സീനിയർ ഫുട്ബോൾ എക്സ്പീരിയൻസ് യൂറോപ്പിൽ നേടിയെടുത്തതിന് ശേഷം ഇപ്പോഴിതാ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു. തീർച്ചയായിട്ടും മികച്ച പ്രകടനം അവനിൽ നിന്നുണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകരും കാത്തിരിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO ഈ ഒരു സൈനിങ്ങിനെ കുറിച്ച് പറഞ്ഞത്, മാർലോൻ്റെ കാര്യത്തിൽ വി ഹാവ് എ പ്ലെയർ വിത്ത് എ ഗുഡ് സ്കൂളിംഗ് ആൻഡ് പെഡിഗ്രി അറ്റ് ദി യൂത്ത് ലെവൽ. വി ഹോപ്പ് ഹി ഡസ് വെൽ ഇൻ ഇന്ത്യ ആൻഡ് ഈസ് ഏബിൾ ടു ഷോ ഹിസ് കേപ്പബിലിറ്റീസ് ടു അവർ ഫാൻസ്. അതുതന്നെയാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. മികച്ച രൂപത്തിലുള്ള യൂത്ത് സിസ്റ്റത്തിലൂടെ വളർന്നു വന്ന് കളി പഠിച്ചു വന്നവനാണ്. അപ്പോൾ അവനിൽ നിന്ന് മികച്ച പ്രകടനം ഉണ്ടാകുമെന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.